ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവ് എത്തിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് നമുക്ക് ഇന്നേ ദിവസമുള്ള എനർജി നോക്കാം. ഓക്കെ, ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശം തോന്നുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഭയങ്കര ആവേശം, വേഗതയിൽ വണ്ടി ഓടിക്കുക, ആവേശപ്പെടുക, എടുത്തു ചാടുക, മുൻകോപം കാണിക്കുക, വഴക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ ജോലിയിൽ വളരെ പാഷനില്ല, വളരെ പാഷനുണ്ടോ എന്ന് ചോദിച്ചാൽ പാഷനില്ല. അപ്പോൾ ജോലി വേഗത്തിൽ തീർക്കും. അതിനകത്ത് പാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാഷനില്ല. ഇത് നൈറ്റ് ഓഫ് സോർട്സ് ആണ്. പാഷൻ കുറവാണ്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വന്നിട്ട് ഓടി വന്ന് ധൃതിയിൽ എന്തൊക്കെ ചെയ്തിട്ട് പോകത്തില്ലേ, ആ എനർജിയാണ് നൈറ്റ് ഓഫ് സോർട്സ്. അതായത് ആരെങ്കിലും പിരികേറ്റി വിട്ടാൽ നമ്മൾ പോയിട്ട് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ളൊരു ദിവസമാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ. ഒരു വഴക്കാളി മൂടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നിച്ചിരി പിരിവിരിപ്പ് കൂടിയ ദിവസമാണ്. അപ്പോൾ പിരിവിരിപ്പെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കണം, ക്വിക്കായിട്ടെല്ലാം ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉള്ളൊരു എനർജിയാണ്, വേഗതയുടെ എനർജിയാണ് ഈ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ ബുള്ളറ്റിൽ പാഞ്ഞു പോകുന്ന എനർജിയാണ്, വേഗത്തിൽ സഞ്ചരിക്കുന്ന എനർജിയാണ്. അപ്പോൾ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കണം, സ്പീഡ് കുറയ്ക്കണം, സൂക്ഷിക്കണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എടുത്തുചാട്ടം നടത്തുക, ആവേശം കാണിക്കുക, വഴക്കുണ്ടാക്കാൻ പോവുക, ആ ഒരു എനർജിയും കൂടിയാണ് കേട്ടോ നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ വേഗത്തിൽ ഒരാക്ഷൻ എടുത്ത് നമ്മളിലേക്ക് ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ തിരിച്ചു വരാനും സാധ്യതയുണ്ട് എന്നാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. മജീഷ്യനാണേ, ഇത് ഒരു ക്രിയേറ്ററാണ്. മജീഷ്യൻ ഒരു ക്രിയേറ്ററാണ്, അതായത് മാജിക്ക് കാണിക്കുന്ന ആളാണ്. ഇന്നൊരു മിറാക്കിളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മജീഷ്യൻ്റെ എനർജിയാണ്. നമ്മളൊരു ക്രിയേറ്റർ, അതുപോലെ മാനിപ്പുലേറ്റർ ഇൻ ദ സെൻസ് നമ്മുടെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഓൾറെഡി ഉണ്ട്. നമുക്ക് കാണിക്കേണ്ട മാജിക്കിനുള്ള സർവമാന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോഡിയിൽ അവിടെയായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വിദഗ്ധമായിട്ട് നമ്മളത് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നു, ഒളിപ്പിച്ച് വെക്കുന്നു. എന്നിട്ട് സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് ഇതിനെ പുറത്തെടുത്ത് ആളുകളെ വിശ്വസിപ്പിക്കുന്നു. അതാണ് മാനിപ്പുലേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ റിസോഴ്സുകളും ഉള്ള ദിവസമാണ് ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാലും നമുക്കതിനെ പോസിബിളാക്കിയെടുക്കാൻ പറ്റും. എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അത് നമ്മളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് മജീഷ്യൻ്റെ എനർജി. നമ്മൾ വളരെ വലിയൊരു ആർട്ടിസ്റ്റാണ്, വളരെ വലിയൊരു ക്രിയേറ്ററാണ്, നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇന്നേ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ ഡിസൈനൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം, പുതിയ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കാം, ഇപ്പോൾ ഒരു പുതിയ ഡാൻസിന് കൊറിയോഗ്രാഫി ചെയ്യുന്നതായിരിക്കാം, ഒരു പുതിയ പാട്ട് പഠിക്കുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങളിൽ എന്ത് ആർട്ടിസ്ട്രി ആണോ ഉള്ളത് അതിൽ നിങ്ങളിന്ന് ബെറ്റർ ആവുന്നതും അതിലൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നതുമാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ ഇന്ന് ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടാവാം, വേർഷിപ്പിംഗ് നടത്തുന്നുണ്ടാവാം, അത്തരത്തിലൊക്കെയുള്ള എനർജിയാണ്. നമുക്ക് നല്ലതിന് വേണ്ടി നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചീത്ത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേർഷിപ്പിംഗ് നടത്തുന്നതാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് മജീഷ്യൻ ഒന്നാമനാണ് കേട്ടോ. മജീഷ്യൻ ഒന്നാമനാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ളൊരു എനർജിയാണ്. ഓക്കെ, അതായത് നമുക്കുള്ള അച്ചീവ്മെൻറ്റ് ഉണ്ടാവുക, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവുക, അതിൻ്റെ പേരിൽ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുക എന്നൊക്കെയാണ് കേട്ടോ. ദെൻ ഹാങ്ഡ്മാനാണ്. ഹാങ്ഡ്മാൻ എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനാണ്. ഒന്നാമതൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് പിന്നത്തേക്ക് മാറ്റി വെക്കുക. ഇൻഡിസിഷൻ്റാണ്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. തീരുമാനം എടുക്കും, അതിൽ നിന്ന് അത് ശരിയാകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ വീണ്ടും അത് മാറ്റും, വീണ്ടും ഒരു തീരുമാനം എടുക്കും. അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ ജഗ്ലിംഗ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ് ഈ പറഞ്ഞ ഹാങ്ഡ്മാൻ. അതായത് നമ്മൾ നോക്കിക്കാണുന്ന പേഴ്സ്പെക്റ്റീവ് ശരിയല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ മാറിയും തിരിഞ്ഞു നോക്കുക, അങ്ങനെ ആയാൽ ശരിയാകുമോ, ഇങ്ങനെ ആയാൽ ശരിയാകുമോ എന്ന് നമ്മുടെ ചിന്തയെ മാറ്റി കൊണ്ടിരുന്ന എനർജിയാണിത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്
തീരുമാനം എടുക്കാൻ പറ്റാതെ വരികയും നമ്മളതിനെ ദൈവം എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നീ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി താ എന്ന് പറഞ്ഞാൽ നമ്മൾ സറണ്ടർ ചെയ്യുമല്ലോ. ആ ഒരു സറണ്ടർ ചെയ്യാൻ കൂടെ ചെയ്യുന്ന എനർജിയാണ് ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു തലകറക്കം പോലുള്ളത്, തലയ്ക്ക് ഒരു പെരുപ്പ് പോലെ, തലയ്ക്കൊരു സ്ഥിരത അല്ലെങ്കിൽ ഒരു മന്ദത പോലെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അത് സൂക്ഷിക്കണം, വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ദെൻ നമ്മൾ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്കത് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തത് കൊണ്ട് നമ്മളതിനെ ത്യജിക്കുന്നു എന്നാണ്. നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്ന എനർജിയും കൂടിയാണ് ഹാങ്ഡ് മാൻ. ഓക്കെ, മോസ്റ്റ്ലി നമ്മൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുവാണ്. എനിക്ക് വയ്യ, ഞാൻ ഇത്രയും സഹിച്ചു, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഇനി എന്താണെന്ന് വെച്ചാൽ നീയായിട്ട് എനിക്കൊരു തീരുമാനമാക്കി തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടദൈവത്തിൽ അത് സറണ്ടർ ചെയ്യുന്ന ഒരു എനർജിയും കൂടിയാണ് ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത്. ദെൻ എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറയുമ്പോഴേ ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ഫെർട്ടിലിറ്റിയുടെയും കാർഡാണ്. ഈ മജീഷ്യനും എംപ്രസും ഒക്കെ ഓൾമോസ്റ്റ് ഫീമെയിൽ ആൻഡ് മെയിൽ എനർജി ആയിട്ട് വരും. എംപ്രസ് എന്ന് പറഞ്ഞാൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു ദിവസമാണ്, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസമാണ്, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അപ്പോൾ ഒരു സെക്ഷൽ ഇതൊക്കെ ഉള്ളൊരു ദിവസം പോലെ കാണുന്നുണ്ട്. അതുപോലെ സെൽഫ് ലവ് ചെയ്യുന്ന ദിവസമാണ്, അബണ്ടൻസിൻ്റെ ദിവസമാണ്, മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമാണ്. നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് കേൾക്കാൻ പറ്റും, മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാൻ പറ്റും. അതൊക്കെയാണ് എംപ്രസ് എനർജി പറയുന്നത്. നമ്മളെ തന്നെ വളരെ ഭംഗിയായിട്ടൊക്കെ അണിയിച്ചൊരുക്കിയൊക്കെ കൊണ്ടുപോകുന്നൊരു എനർജിയാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എംപ്രസ് ആണ്, രാജാവിൻ്റെ അല്ല ചക്രവർത്തിയുടെ ഭാര്യയാണ്. അപ്പോൾ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപയാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ അവരുടെ അഡ്മിനിസ്ട്രേഷൻ പവറും റൂളിംഗ് പവറും ഒക്കെ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജി ഉള്ളൊരു ദിവസമാണ് എംപ്രസ് എനർജി. നമ്മളെ കാണുമ്പോൾ അല്ല ഇന്ന് കൊള്ളാലോ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നൊരു എനർജിയാണ്. നമ്മളെക്കുറിച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പറയുന്ന ദിവസമാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നൊരു ദിവസമാണ്. നമ്മുടെ എഫേർട്ടിനെയൊക്കെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ദിവസമായിട്ടാണ് എംപ്രസിൻ്റെ എനർജി കാണുന്നത്. പിന്നെ പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് എംപ്രസേ. ഈ ഡാൻസിൻ്റെ അരങ്ങേറ്റമൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം ചിലപ്പോൾ അവർക്ക് അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതന്നെ പേജ് ഓഫ് വാൺസ് ആണ്. പേജ് ഓഫ് വാൺസ് വെച്ചാൽ നമ്മുടെ പാഷനെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയ ഒരു പാഷൻ, അതെന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് വീണ്ടും അത് ചേസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുക, വീണ്ടും റിസ്ക് എടുത്ത് അതിനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുക, അത്യാഹ്ലാദത്തോടു കൂടി വീണ്ടും അതിനെ അഡ്മയർ ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് നല്ലതായിരുന്നു, അത് വീണ്ടും തുടരാൻ പറ്റിയില്ലല്ലോ എന്നാലോചിക്കുക, വീണ്ടും തുടരണമെന്ന് ആലോചിക്കുക, റിസ്ക് എടുക്കാൻ തയ്യാറാവുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. ഇതൊക്കെയാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഒരു പുതിയ തുടക്കമാണ്. പാതി വഴിയിൽ ഉപേക്ഷിച്ച ചില കാര്യങ്ങളെ വീണ്ടും പുനരാരംഭിക്കുന്ന എനർജിയാണ് ഈ പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയോ അഡ്മയർ ചെയ്യുന്നുണ്ട്, ആരെയോ മിസ് ചെയ്യുന്നുണ്ട്, ആരെക്കുറിച്ചോ നിങ്ങൾ കൂടുതൽ സമയം ആലോചിക്കുന്നതായിട്ടൊക്കെയാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഫോർ ഓഫ് വാൺസ് ആണ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഫോർ ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് റിയൂണിയൻ ആണ്. അതുകൊണ്ട് സോൾമേറ്റ്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളാണ്, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സോൾമേറ്റിനെയാണ് കോൺഷിപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആ ആളുമായിട്ട് നിങ്ങൾക്ക് റിയൂണിയൻ, നിങ്ങളൊരു സെപ്പറേഷൻ ഫേസിലാണെങ്കിൽ നിങ്ങളൊരു റിയൂണിയനിലേക്ക് പോകുന്നു. ഇന്നേ ദിവസം നിങ്ങളവരെ മീറ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ ഫോർ ഓഫ് വാൺസ് പറയുന്നത്. അതുപോലെ ഇത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, വീട് വയ്ക്കുക, അല്ലെങ്കിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹോം കമ്മിങ് ആണ്. വീടിന് പുറത്തുള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഹോം കമ്മിങ്. അതുപോലെ ഇത് ശരിക്കും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. ഇത് മാനിഫെസ്റ്റേഷൻ്റെ മിക്കവാറും എല്ലാ കാർഡ്സും വന്നിട്ടുണ്ട്. ഇനി ഒരു 8 ഓഫ് വാൺസ് കൂടെ വരാനുള്ളൂ മാനിഫെസ്റ്റേഷൻ്റെ. മജീഷ്യൻ വന്നു, എംപ്രസ് വന്നു, ഇപ്പോൾ വന്നിരിക്കുന്നത് ഫോർ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു എന്നാണ്. നിങ്ങളുടെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ്, ഇന്ന് ആർക്കൊക്കെയോ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുക, ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുടെ ഫലം പുറത്തു വരിക, നിങ്ങളെടുത്ത എഫേർട്ടിനുള്ള ഫലം പുറത്തു വരിക, നിങ്ങൾ ഡാൻസിലൊക്കെ അരങ്ങേറ്റം കുറിക്കുക, പാട്ടിൽ അരങ്ങേറ്റം കുറിക്കുക, അങ്ങനെയില്ലേ, നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സക്സസ് ഇന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളൊരു ഫംഗ്ഷൻ, മാരേജ് പോലുള്ള ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാൻ
സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ്റെ സാധ്യതയാണ് ഇവിടെ 4 ഓഫ് വാണ്ട്സിനകത്ത് കാണുന്നത്. ചിലപ്പോൾ ഈ കല്യാണം പ്രപ്പോസൽ പോലെയൊക്കെ ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ കല്യാണ നിശ്ചയത്തിലേക്കൊക്കെ നിങ്ങളുടെ നിശ്ചയത്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. കല്യാണ നിശ്ചയമാണേ, കല്യാണമല്ല, കല്യാണ നിശ്ചയം. ഇത് 8 ഓഫ് സോഡ്സ് ആണ്. ചിലർക്ക് ഒരു സാഹചര്യം വരുന്നുണ്ടാവും, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന ഒരു എനർജി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം നിങ്ങളുടെ തന്നെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ടാണ് കേട്ടോ, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ട്, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാതെ സ്റ്റക്കായി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ 8 ഓഫ് സോഡ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനായിട്ട് ഉണ്ടാക്കിയ ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ അനങ്ങാതെ നിൽക്കുവാണ്, ആക്ഷൻ എടുക്കാതെ ഞാൻ പെട്ടുപോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, എന്നെ പറ്റിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പെട്ടുപോയി എന്ന് വിചാരിക്കുന്നതിന് പകരം ഈ പെടലിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പെട്ടു, അപ്പോൾ ഇനി ഇതിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെ പുറത്ത് കിടക്കാമെന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഇന്ന ദിവസം ചെയ്യേണ്ടത്. അപ്പോൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു ബൗണ്ടറിക്കകത്ത് നിന്നുകൊണ്ട് ലിമിറ്റിംഗ് ബിലീഫിലിരിക്കുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വിളിച്ച് സംസാരിച്ച് എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു എനർജിയാണത്. പിന്നെ കുറച്ച് ആളുകൾ ട്രാപ്പിലാവുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രാപ്പിലാവുക മീൻസ് ഒരു പോരാൻ പറ്റാത്ത വിധം നമ്മളൊരു അവസരത്തിൽ പെട്ടുപോവുക, അവസരമല്ല ഒരു അവസ്ഥയിൽ പെട്ടുപോകുന്ന ഒരു എനർജി, ട്രാപ്പിലാവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. എൻട്രാപ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പോകുന്ന വഴി പെട്ടുപോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. എവിടെ പോയാലും നമ്മൾ നമ്മുടെ സേഫ് സോൺ നോക്കി മാത്രമേ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. അതാണ് 8 ഓഫ് സോഡ്സ് പറയുന്നത്. ദെൻ 4 ഓഫ് സോഡ്സ് ആണ്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു റെസ്റ്റിംഗ് എനർജിയാണ്, അതുപോലെ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആണ്. റെസ്റ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങളിന്ന് റെസ്റ്റ് എടുക്കണം. ബിക്കോസ് നിങ്ങൾ രാത്രിയിലൊക്കെ ഓവർ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഓവർനൈറ്റ് ജോബ് എടുത്തുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ എന്ത് തന്നെ സാഹചര്യം വന്നാലും ശരി, നിങ്ങൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്ന് മൊത്തത്തിൽ മടിയായിരിക്കും, മഴയൊക്കെ പെയ്യും ആണെങ്കിൽ മൊത്തത്തിൽ ജോലിക്കൊക്കെ പോകാൻ മടിയായിരിക്കും. അപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കണം നമ്മളായിട്ട് തീരുമാനിക്കുന്നൊരു ദിവസമാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പേരോട് പറയുകയാണ്, നിങ്ങളൊരു ബ്രോക്കൺ സ്റ്റേജൊക്കെ കഴിഞ്ഞ് കിടക്കുമല്ലേ, അപ്പോൾ നിങ്ങൾ തൽക്കാലം ഇപ്പം ഒരു തീരുമാനമൊന്നും എടുക്കണ്ട, നിങ്ങൾ തൽക്കാലം ഇപ്പം റെസ്റ്റ് എടുക്കുക, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാം ഒന്ന് സെറ്റിലാവുന്ന സമയത്ത് നിങ്ങൾ തീരുമാനം എടുത്താൽ മതി എന്ന് പറയുന്ന എനർജിയാണ് 4 ഓഫ് സോഡ്. അതായത് നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു ക്രൂഷ്യൽ മൊമെൻ്റ് വരുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് മുമ്പ് അബദ്ധം പറ്റിയിട്ടുള്ളവരാണ്, അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അബദ്ധം പറ്റാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ട, പിന്നത്തേക്ക് എടുത്തിരുന്നാൽ മതി എന്നാണ് കുറച്ച് പേരോട് പറയുന്നത്. ഓക്കെ, അതാണ് 4 ഓഫ് സോഡ്സ്. ഇത് പറഞ്ഞ പോലെ ഈ സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ വീണിട്ട് കയ്യോ കാലോ കൊടിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകളുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. അതുപോലെ മരണം കേൾക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ ബാക്ക് പെയിനോ അതുപോലെ ഷോൾഡറോ വയറോ ഒക്കെ വേദന ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. കാലിനൊക്കെ വേദന ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു എനർജി കൂടിയാണ് ഈ 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. റെസ്റ്റിംഗ് എനർജിയാണ്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് ആണ്. അപ്പോൾ വീണ്ടും വീട് പണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവാം, നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ആകപ്പാടെ ഇല്യൂഷൻ ഉണ്ടാവും, അത് വേണോ ഇത് വേണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആവുന്നൊരു എനർജിയാണ്. നമുക്ക് തന്നെ ചിന്തകളിൽ ക്ലാരിറ്റി ഇല്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് ക്ലാരിറ്റി ഇല്ല. മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉള്ള ദിവസമാണ്, മൾട്ടിപ്പിൾ ചലഞ്ചസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടി ടാസ്കിങ് ആണ്. എന്നും ചെയ്യുന്നതല്ലാത്ത കുറേ കാര്യങ്ങൾ ഇന്ന ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇല്യൂഷൻ ഉണ്ടാവും, എന്താണ് ചെയ്യുന്നത്, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ ആകെ ഹെക്റ്റിക് ആവുന്ന ഒരു ദിവസമായിട്ടാണ് ഈ 7 ഓഫ് കപ്സ് വരുന്നത്. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ തലയിൽ വരുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവും, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ത് ചെയ്യണം എന്നാകെ കൺഫ്യൂസ്ഡ് ആവുന്ന എനർജിയാണ് 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് കാർഡ് ഹീറോഫൻ്റ് ആണ്. ഹീറോഫൻ്റ് വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഗുരുവിനെ കാണുന്നുണ്ടാവും. സ്പിരിച്വൽ ഗുരുവുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്കസ് ചെയ്യുക,
ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക, ഒരു ഗൈഡൻസ് എടുക്കുക, അതൊക്കെയാണ് കേട്ടോ. സ്പിരിച്വലായിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്നൊരു ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മതമേലധ്യക്ഷന്മാരോ സാമുദായിക നേതാക്കൾ അങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരു കോംപ്രമൈസ് മീറ്റ് നടത്തുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരെങ്കിലും മധ്യസ്ഥതയ്ക്ക് വിളിച്ച് സംസാരിക്കുന്ന അവരെ കൊണ്ട് പറയിച്ച് ശുപാർശ ചെയ്യിപ്പിച്ചിട്ട് ജോലി വാങ്ങിക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഈ ഹീറോഫിൻ്റെ. അതുപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ മജീഷ്യൻ്റെ കാർഡ് പറഞ്ഞ പോലെ വിഗ്രഹാരാധന പോലുള്ള വേർഷിപ്പിംഗ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അമ്പലത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബോട്ടം വന്നിരിക്കുന്ന 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാണെന്ന് നിൽക്കുന്നെങ്കിൽ അതൊന്നും നടക്കാൻ സാധ്യത കുറവാണത്. വെയിറ്റിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ പണത്തിനാണെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ പണം നിങ്ങളുടെ കയ്യിലേക്ക് വരാനും കുറച്ച് സമയം എടുക്കും. വെയിറ്റിംഗ് എനർജി തന്നെയാണ്, സമയം എടുക്കും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്താണ് ഇന്ന് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? എന്താണ് ഇന്നേ ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് യു ആർ റെഡി എന്നാണ്. നിങ്ങൾ റെഡിയാണ്, ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. നിങ്ങളെല്ലാം കൊണ്ടും നിങ്ങൾ റെസ്റ്റിംഗ് എനർജിയിലൊക്കെ ഇരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റെഡിയാണ്. വേണമെങ്കിൽ ഇവിടെ പറഞ്ഞില്ലേ തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥ, ഇവിടെയും പറഞ്ഞില്ലേ തിങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ പറയാണ് യു ആർ ഓൾമോസ്റ്റ് റെഡി, നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നീ തീരുമാനം എടുത്തോളൂ എന്ന് യൂണിവേഴ്സായിട്ട് തന്നെ നമ്മളോട് പറയുവാണ്. ദെൻ ട്രസ്റ്റാണ് കേട്ടോ. നിനക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോന്നാണ്. അതുപോലെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൻ്റെ ഈ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഇന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്രാർത്ഥിച്ച് നാളെ രാവിലെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം നമുക്ക് എന്തുകൊണ്ട് ഈ സാധനങ്ങൾ ഡിനൈ ചെയ്യപ്പെടും, നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടതായതുകൊണ്ടാണ് നമുക്കത് ആ സമയത്ത് കിട്ടാത്തത്. അപ്പോൾ നീ അത് വിശ്വസിക്കുക. നിന്നിൽ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, നിന്നിലേക്ക് ഈ കാര്യം വരുന്നുണ്ട്. ആ വരുന്ന സമയം കൊണ്ട് നീ ഇതിൻ്റെ മൂല്യം മനസ്സിലാക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് ഇനി ഒരു ദിവസം അത് കിട്ടുമ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, പണമായിരിക്കാം, ജോലിയായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, അവരില്ലാത്ത അല്ലെങ്കിൽ അതില്ലാത്ത കാലം നീ ഓർക്കണം. എന്നാൽ മാത്രമാണ് അതുള്ള കാലത്തിൻ്റെ മൂല്യം നിനക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിന്നെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ നീ ആ പരീക്ഷണത്തിൽ വിജയിക്കണം. നീ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിനക്കതിൽ ഈ സമ്മാനം കിട്ടത്തുള്ളൂ. യൂണിവേഴ്സിന് നിനക്ക് കരുതി വെച്ചേക്കുന്ന ഒരു സമ്മാനമുണ്ട്. അത് നീ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ നിനക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ നീ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം നിനക്ക് ആ കാര്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയാണ് പറയുന്നത് ഇഫ് യു ബിലീവ്. നീ വിശ്വസിക്കുകയാണെങ്കിൽ നീ വിശ്വസിക്കുന്ന ആ കാര്യം 100% നിനക്ക് നടന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഏഞ്ചൽസ് പറയുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് കൊണ്ട് നോക്കാം. എന്താണ് ലവേഴ്സിന് ഇന്നുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് റിലീസ് യുവർ എക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവും. അതായത് പാസ്റ്റിലത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, അത് റിലേഷൻഷിപ്പ്, ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പാണല്ലോ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ എനർജികളെല്ലാം നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ പുതിയ എനർജീനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു വിശ്വാസം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ്, ആ പാസ്റ്റിലുള്ള ക്ലെൻസ് ചെയ്യപ്പെടാത്ത കുറേ സാധനം കിടപ്പില്ലേ, അതൊക്കെ ഹീൽ ചെയ്യപ്പെടാത്ത സാധനമില്ലേ, അതെല്ലാം എടുത്ത് ദൂരെ കളാം. അത് മാറ്റിയാൽ മാത്രമാണ് പുതിയ കാര്യങ്ങൾക്ക് നിൻ്റെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഓൾഡ് എക്സ് എനർജീസിനെ നീ ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. പഴയ ആ ഓർമ്മകളും പഴയതായിട്ടുള്ള ആ ബിലീഫുകളും ഒക്കെ നീ എടുത്ത് മാറ്റിയിട്ട് വളരെ ഫ്രഷ് ആയിട്ടിരിക്കുക. എന്നാൽ മാത്രമാണ് പുതിയ നല്ല എനർജീസ് നിന്നിലേക്ക് വരത്തുള്ളൂ. അത് പുതിയ വരുന്ന ആളുകളെ നിനക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ അൺറിക്വൈറ്റഡ് ലവ്. ഇപ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെന്ന് തന്നെ വിചാരിക്കുക. അറ്റ് ടൈംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണ് ഇയാളുമായിട്ട് എനിക്ക് സെറ്റ് ആവുമോ, ഇത് ശരിക്കും വർക്കാവുമോ. കാരണം നിങ്ങൾക്ക് ചില സമയങ്ങളിൽ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് അവരോടൊരു അറ്റാച്ച്മെൻറ്റും ചില സമയങ്ങളിൽ ഡിറ്റാച്ച്മെൻറ്റും തോന്നുന്നുണ്ട്. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കെമിസ്ട്രി ഞങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ ഇയാളോട് തോന്നുന്നില്ല എന്നൊക്കെ അറ്റ് ടൈംസ് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അട്രാക്ഷനൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതെന്നൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാര്യമില്ല,
ചിലപ്പോൾ തോന്നുകയാണ്. ദെൻ അടുത്ത അട്രാക്ഷനാണ്. അത് നിങ്ങൾ ഈ നിമിഷം എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഈ നിമിഷത്തെ പൂർണ്ണമായും ആസ്വദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റൊമാൻസിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുക, ഏറ്റവും നല്ല വൈബ്രേഷനിലിരിക്കുക. അപ്പോൾ ആ വൈബ്രേഷനിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങൾക്ക് റൊമാൻറ്റിക് ഫീലിങ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ. ഞാനല്ല, റൊമാൻസ് ഏഞ്ചൽസ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു പരുവത്തിനൊക്കെ എടുക്കുക, നല്ലതൊക്കെ എടുക്കുക, ചീത്തയൊന്നും എടുക്കണ്ട. അതെല്ലാം വേറെ ആർക്കുള്ളതാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.